ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ നോമ്പുകാലത്ത് മൂലപാപങ്ങളെക്കുറിച്ച് ഓരോ എപ്പിസോഡിൽ ധ്യാനിക്കാം എന്ന് കർത്താവിനോട് ആലോചന ചോദിച്ചപ്പോൾ ഒരു പ്രേരണ ലഭിച്ചു. നമുക്കറിയാം, മൂലപാപങ്ങൾ 7 മൂലപാപങ്ങളാണ് ഉള്ളത്. അഹങ്കാരം, അസൂയ, കോപം, മടി, ദ്രവ്യാഗ്രഹം, മോഹം, കൊതി. ഈ മൂലപാപങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ പാപങ്ങളിൽ മറ്റു പല പാപങ്ങളും ചെയ്യുന്നതിന് ഇടവരുത്തുന്നത് കൊണ്ടും പല പാപങ്ങളുടെയും കാരണം ഇതായിരിക്കുന്നുകൊണ്ടുമാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ അഹങ്കാരം എന്ന മൂലപാപത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകളിലേക്കും പ്രതിസന്ധികളിലേക്കും കൊണ്ടുപോകുന്ന ഒരു പാപമാണ് അഹങ്കാരം. നമുക്കറിയാം, ദൈവം ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ കാര്യങ്ങളുടെയും ആദിയും അന്തവും ദൈവമാണെന്ന് അംഗീകരിച്ച് എല്ലാ മഹത്വവും സ്തുതിയും ദൈവത്തിന് കൊടുക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിന് മടി കാണിക്കുമ്പോൾ അഹങ്കാരമുള്ളവർക്ക് അത് സാധിക്കാതെ വരുന്നു. നമുക്കറിയാം, ലൂസിഫറിൻ്റെയും മറ്റു ചില മാലാഖമാരുടെയും പതനത്തിൻ്റെ കാരണമെന്ത്? അവർ മാലാഖമാരായിരുന്നു, പക്ഷേ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവർക്ക് അവരുടെ മാലാഖമാരുടെ സ്ഥാനം നഷ്ടപ്പെടുകയും അവർ പാതാളത്തിൽ പതിക്കുകയുമാണ്. അഹങ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചയിലേക്കും പ്രതിസന്ധികളിലേക്കും കൊണ്ടുപോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാതിരിക്കുവാൻ, അല്ലെങ്കിൽ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെ അതിജീവിക്കുവാൻ ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അഹങ്കാരം ഒരു വ്യക്തിയിൽ ആരംഭിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുന്നു. താൻ എന്തോ ആണ് എന്നുള്ളൊരു വലിയ ഭാവം ആ വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലാഖമാർക്ക് സംഭവിച്ചത് തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ദൈവത്തോട് മത്സരിക്കാൻ പോകുന്ന, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന, തങ്ങൾ എന്തോ ആണ് എന്നുള്ള വലിയൊരു ബോധ്യവും ഉണ്ടായിരുന്ന മലാഖമാരാണ് പിന്നീട് പിശാചുക്കളായിട്ട് അധപതിക്കുന്നത്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ എപ്പോഴും അഹങ്കാര ചിന്തകളെ എതിർക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ നമ്മൾ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന നമ്മൾ കാണുന്നു. അവിടെ എന്താണ് ഫരിസേയൻ പ്രാർത്ഥിച്ചത്? ഫരിസേയൻ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. തൻ്റെ തന്നെ കഴിവിലും ശക്തിയിലും അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ പലവട്ടം ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു,
ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, വ്യഭിചാരികളെ പോലെയല്ല, മറ്റു പാപികളെ പോലെയല്ല. തന്നിൽ തന്നെ ആശ്രയിക്കുന്നു, മറ്റുള്ളവരെയൊക്കെ പുച്ഛിച്ച് സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം, അവിടെ ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വചനത്തിൽ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഈശോ പഠിപ്പിക്കുന്നു, ആ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ, ചുങ്കക്കാരൻ, അവിടെ നീതീകരിക്കപ്പെട്ട് തൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഫരിസേയൻ്റെ പ്രാർത്ഥന, അഹങ്കാരത്തോടു കൂടിയുള്ള പ്രാർത്ഥന കേൾക്കാതെ വരുന്നു. സ്നേഹമുള്ളവരെ, അഹങ്കാരം ആരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അവരുടെ ജീവിതത്തിലൊക്കെ അവർ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും കടന്നു പോകുന്നു. പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെ ചില അഹങ്കാര ചിന്തകൾ ചില നിമിഷങ്ങളിൽ കടന്നു വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 69 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈശോയോട് പത്രോസ്ലീഹ പറയുന്നുണ്ട്, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അത് അല്പം ആത്മവിശ്വാസ കൂടുതലോടുകൂടെ അഹങ്കാരത്തോടു കൂടെയുള്ള ഒരു പറച്ചിലായിരുന്നു. പിന്നീട് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചകളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മളെ നയിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്, അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും. അപ്പോൾ അഹങ്കാരമുള്ള ഒരു വ്യക്തിയുടെ പിന്നാലെ അപമാനമുണ്ടെന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം വിനയമുള്ളവർക്കാണ് ജ്ഞാനം ലഭിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. അപ്പോൾ ഈ മൂലപാപമായ അഹങ്കാരം മറ്റു പല പാപങ്ങളിലേക്കും വലിയ പ്രതിസന്ധികളിലേക്കും മനുഷ്യൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അഹങ്കാരം എന്ന മൂലപാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിൻ്റെ ചില മേഖലകൾ കൂടെയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു മേഖല സമ്പത്തിൻ്റെ അഹങ്കാരം. സമ്പത്ത് ധാരാളമുള്ളപ്പോൾ, സമ്പത്ത് ഒത്തിരിയേറെ കൈകാര്യം ചെയ്യാനുള്ളപ്പോൾ ചില വ്യക്തികൾക്ക് വലിയ അഹങ്കാരം വരും. അവർ സമ്പത്തില്ലാത്തവരെ പുച്ഛിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സമ്പത്ത് കുറവുള്ളവരോട് വളരെ മോശമായ രീതിയിൽ അവർ പെരുമാറും. സമ്പത്തിൻ്റെ അഹങ്കാരം, ദൈവത്തിൽ പോലും ആശ്രയിക്കാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. 1 കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കർത്താവ് വചനത്തിലൂടെ ചോദിക്കുകയാണ്, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന പട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ വചനം ചോദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പത്ത് ഉള്ള ചിലർക്കെങ്കിലും, അല്ലെങ്കിൽ വളരെയധികം ആളുകൾക്ക് സമ്പത്തിൻ്റെ അഹങ്കാരമുണ്ട്. ഞാൻ സമ്പന്നനാണ്, എനിക്കെന്തും ചെയ്യാൻ സാധിക്കും, എന്തും വാങ്ങാൻ സാധിക്കും, എവിടെയും പോകാൻ പറ്റും, ആരെയും സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചിന്തകൾ, അഹങ്കാര ചിന്തകൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, വീണ്ടും വേറൊരു വിധത്തിലുള്ള അഹങ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കഴിവുകളിലുള്ള അഹങ്കാരം. ചില വ്യക്തികൾക്ക് പാട്ടുപാടാൻ നല്ല കഴിവുണ്ടാകും, ചില വ്യക്തികൾക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ടാകും, ചില വ്യക്തികൾക്ക് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ നല്ല കഴിവുണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലെ പല വിധത്തിലുള്ള കഴിവുകൾ ഓരോ വ്യക്തികൾക്കുണ്ട്. അപ്പോൾ ചില വ്യക്തികൾക്ക് അവരുടെ കഴിവുകളിലുള്ള അഹങ്കാരം വളരെ ശക്തമായിട്ട് കാണാം അവരുടെ ജീവിതത്തിൽ. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അതായത് എൻ്റെ ശക്തി കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ സമ്പത്തുണ്ടാക്കിയത്, ഞാൻ വലിയവനായി തീർന്നത്, അത് എൻ്റെ മാത്രം കഴിവാണ്, എൻ്റെ മാത്രം അധ്വാനമാണ് എന്ന് നീ പറയരുതെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. എന്നാൽ നമ്മൾ ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ അതിൽ എളിമയുള്ളവർ തീർച്ചയായിട്ടും കുറേ പേരൊക്കെ ഉണ്ട്.
എന്നാൽ സമ്പത്തിൽ അഹങ്കരിക്കുന്ന വളരെയധികം ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ സമ്പത്തുള്ള ചില ആളുകൾ അവർ വലിയ വലിയ കാറുകളിൽ, ഒത്തിരിയേറെ വിലപിടിപ്പുള്ള കാറുകളിലൊക്കെ പോകുന്നു, വലിയ സ്പീഡിലൊക്കെ പോകുന്നു. പാവപ്പെട്ടവരുടെ അരികിലൂടെ പോകുമ്പോൾ അവരെ പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ ഇടിക്കുന്നു കാറ് കൊണ്ട്, വാഹനങ്ങൾ കൊണ്ട്. അപ്പോൾ സമ്പത്ത് അല്ലെങ്കിൽ കഴിവിലുള്ള അമിതമായിട്ടുള്ള അഹങ്കാരം അത് അപകടമാണ് എന്ന് കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഉണ്ടാകുന്ന ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയാണ് ആരോഗ്യത്തിലുള്ള അഹങ്കാരം. ചില വ്യക്തികൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അവർക്ക് ജോലി ചെയ്യാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാനും നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ അവർക്ക് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് രോഗികളായവരോട്, ആരോഗ്യം വേണ്ടത്ര ഇല്ലാത്തവരോട് പുച്ഛമാണ്. അവർ പലപ്പോഴും മറ്റുള്ളവരുടെ രോഗങ്ങളെക്കുറിച്ച് അവരെ പരിഹാസത്തോടെ സംസാരിക്കുന്നു, കളിയാക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാത്തവരെ കളിയാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമുക്ക് ആരോഗ്യത്തിൽ അഹങ്കാരം പാടില്ല, അത് തെറ്റാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വായിക്കുകയാണ്, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കുവാൻ എന്തുണ്ട്, ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. സത്യമല്ലേ? ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ, ചില മാരകമായ രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ജീവനുണ്ടെങ്കിലും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പഴുത്തു പോകുന്നു, ജീർണിച്ചു പോകുന്നു, ദുർഗന്ധം വരുന്നു. അതെ, അങ്ങനെയുള്ളൊരു ശരീരമാണ് മനുഷ്യർക്കുള്ളത്, അങ്ങനെയുള്ള ആരോഗ്യമാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വചനം പറയുകയാണ്, ആരോഗ്യത്തെ പ്രതി അഹങ്കരിക്കരുത്. പ്രത്യേകിച്ച് നിൻ്റെ ആരോഗ്യത്തെ പ്രതി അഹങ്കരിച്ചുകൊണ്ട് ആരോഗ്യമില്ലാത്തവരെ ഒരിക്കലും പരിഹസിക്കരുത്, കളിയാക്കരുത് എന്ന കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ഉള്ള അഹങ്കാരത്തിൻ്റെ ഒരു മേഖലയാണ് സൗന്ദര്യത്തിലുള്ള അഹങ്കാരം. ചില വ്യക്തികൾക്ക് അവരുടെ സൗന്ദര്യത്തിൽ വലിയ അഹങ്കാരമാണ്. സൗന്ദര്യക്കുറവുള്ളവരെ അംഗീകരിക്കാൻ അവർക്ക് മടിയാണ്. സൗന്ദര്യക്കുറവുള്ളവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുന്നു അവർ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ അവർ അഹങ്കാരികളായി സൗന്ദര്യത്തെ പ്രതി ജീവിക്കുന്നു. വേറൊരു അഹങ്കാരത്തിൻ്റെ മേഖലയാണ് നേട്ടങ്ങളിലും കുടുംബ സാഹചര്യത്തിലും ഒക്കെയുള്ള അഹങ്കാരം. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, അവരുടെ നേട്ടങ്ങളെ പ്രതി വലിയ അഹങ്കാരം, കുടുംബത്തിൻ്റെ മഹിമയെ പ്രതി അഹങ്കാരം. ആ മേഖല ഒഴിവാക്കേണ്ടതുണ്ട്. അടുത്ത ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയാണ് ആത്മീയ അഹങ്കാരം. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അഹങ്കാരമുണ്ട്, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും, ഞാൻ നല്ല ആളായിട്ട് ജീവിക്കുന്നു, മറ്റുള്ളവരെക്കാൾ ഭേദമാണ്, എന്നാൽ മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ മോശമാണ് എന്നങ്ങ് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആത്മീയ അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അടുത്തതായിട്ട് വേറൊരു അഹങ്കാരത്തിൻ്റെ മേഖലയാണ് അധികാരത്തിൻ്റെ അഹങ്കാരം. ചില അധികാരമുള്ള വ്യക്തികൾക്ക് വലിയ അഹങ്കാരമാണ്. അവരുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നവരോട് അവർ രാജാക്കന്മാരെ പോലെയാണ് പെരുമാറുന്നത്. കർത്താവ് പറയുകയാണ്, അധികാരമെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിൽ നിന്നല്ലാതെ ആർക്കാണ് ഈ അധികാരം ലഭിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, അഹങ്കാരം മൂലപാപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാപമാണ് ഈ അഹങ്കാരം. ഈ നോമ്പ് കാലത്ത് നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം വെറുക്കുന്ന ഈ അഹങ്കാരം, മറ്റു പല തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അഹങ്കാരം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അഹങ്കാരത്തിൽ നിന്ന് ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, കൃപയിലേക്ക് കടന്നു വരാനും അഹങ്കാരത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കാനും നമുക്ക് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി
മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഈശോ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രാർത്ഥനയ്ക്കും പരിത്യാഗ പ്രവൃത്തികൾക്കും ഉപവാസത്തിനും നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ നോമ്പുകാലത്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ മൂലപാപങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. കാരണം മൂലപാപങ്ങൾ മറ്റുള്ള തിന്മകളിലേക്കും വലിയ പ്രതിസന്ധികളിലേക്കും നമ്മുടെ ജീവിതങ്ങളെ നയിക്കുന്നു. നമ്മൾ ആദ്യ ദിവസമായ ഇന്ന് മൂലപാപമായ അഹങ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉടയവൻ. ആദിയും അന്തവും ദൈവമാണ്. അത് അംഗീകരിച്ച് എല്ലാറ്റിൻ്റെയും ഉടയവൻ ദൈവമാണെന്ന് അംഗീകരിച്ച് എല്ലാ സ്തുതിയും പുകഴ്ചയും ബഹുമാനവും ആരാധനയും ദൈവത്തിന് നൽകാൻ ഒരു വ്യക്തി മടിക്കുമ്പോൾ ആ വ്യക്തി അഹങ്കാരമുള്ള വ്യക്തിയായി മാറുന്നു. മാലാഖമാരുടെ അധപതനം അഹങ്കാരത്തിൻ്റെ ഫലമാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികൾ അഹങ്കാരം മൂലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുന്നു, കുടുംബത്തിലുണ്ടാകുന്നു, ആത്മീയ ജീവിതത്തിലുണ്ടാകുന്നു. പലവിധത്തിലുള്ള അഹങ്കാരത്തിൻ്റെ മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതെ, സമ്പത്തിലുള്ള ഒരു വ്യക്തിയുടെ അഹങ്കാരം, സമ്പത്ത് ധാരാളമുള്ളപ്പോൾ കടന്നു വരുന്ന അഹങ്കാര ചിന്തകൾ, കഴിവുകളിലുള്ള അഹങ്കാരം, തൻ്റെ തന്നെ കഴിവുകൾ, പാടുവാനും പ്രസംഗിക്കുവാനും വരയ്ക്കുവാനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ, അതിലുള്ള അഹങ്കാരം, അത് സ്വന്തം നേട്ടമാണ് എന്നുള്ള ചിന്തകൾ. ആരോഗ്യത്തിലുള്ള അഹങ്കാരം, ചിലപ്പോൾ ആരോഗ്യം കുറഞ്ഞവരെ പുച്ഛിക്കുവാൻ ഇടവരുന്നു, രോഗികളെ അവഗണിക്കുവാൻ ഇടവരുന്നു. സൗന്ദര്യത്തിലുള്ള അഹങ്കാരം, എപ്പോഴും സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും സൗന്ദര്യമില്ലാത്തവരെ അവഗണിക്കുകയും ചെയ്യുന്നു, സൗന്ദര്യക്കുറവുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവർ, അതോടൊപ്പം നേട്ടങ്ങളിലും കുടുംബ മഹിമയിലൊക്കെയുള്ള അഹങ്കാരം, ആത്മീയ ജീവിതത്തിൽ അഹങ്കാരം, ഞാൻ നല്ലവളാണ്, നല്ലവനാണ്, പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം അധികാരത്തിലുള്ള അഹങ്കാരം, ദൈവം തരാത്തൊരു അധികാരവുമില്ല, ദൈവത്തിൽ നിന്ന് എല്ലാ അധികാരവും കടന്നു വരുന്നു. സ്നേഹമുള്ളവരെ, ഇതുപോലുള്ള അഹങ്കാര മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവമേ, ഈ അഹങ്കാരം, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ആത്മീയ അധപതനത്തിലേക്ക് എന്നെ നയിക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഈശോയെ, ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ആലോചനകളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അഹങ്കാര ചിന്തകൾ മൂലം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വന്നിട്ടുള്ള എല്ലാ തകർച്ചകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഈശോയെ എനിക്ക് വിടുതൽ നൽകണമേ. എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവം നൽകിയതാണ്, എനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം എൻ്റെ ദൈവം നൽകിയതാണ് എന്ന വലിയ ബോധ്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ഈശോയെ, ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ഭവനങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. അഭിഷേകം ഉണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അഹങ്കാരത്തിന്റെ ബന്ധനാവസ്ഥ വിട്ടുപോകട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. സ്നേഹമുള്ളവരെ, കർത്താവ് പരിസേയന്റെയും ചുങ്കക്കാരന്റെ ഉപമയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പരിസേയൻ യഥാർത്ഥത്തിൽ കുറെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു, ദാനധർമ്മം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ദശാംശമൊക്കെ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം, തന്നിൽ തന്നെയുള്ള ആശ്രയം, അതോടൊപ്പം മറ്റുള്ളവരെ പുച്ഛിക്കുക, അദ്ദേഹത്തിൻ്റെ ആ മനോഭാവമാണ്, പരിസയൻ്റെ ആ മനോഭാവമാണ് അദ്ദേഹം ദൈവസന്നിധിയിൽ സ്വീകാര്യത കിട്ടാതെ പോയത്. എന്നാൽ ആ ചുങ്കക്കാരൻ്റെ മനോഭാവം വളരെ എളിമ നിറഞ്ഞ മനോഭാവം. വിനയത്തോടുകൂടെ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പാപിയാണ്, എനിക്ക് യോഗ്യതയൊന്നുമില്ല, അഹങ്കരിക്കാൻ ഒന്നുമില്ല, ദൈവമേ, നിന്റെ പാപം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ടെന്നും വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനമുണ്ടെന്നും കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണെന്നും അധപതനത്തിലേക്ക് അത് നയിക്കുമെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. അഹങ്കാരത്തിൻ്റെ ഫലമായി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ? അഹങ്കാരത്തിൻ്റെ ഫലമായി മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അഹങ്കാരത്തിൻ്റെ ഫലമായി ജോലി സ്ഥലങ്ങളിലും നമ്മുടെ ആത്മീയ മേഖലയിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമുക്കതൊക്കെ ആത്മശോധന ചെയ്യാം. കർത്താവേ, അഹങ്കാരം എന്ന മൂലപാവത്തെ അതിജീവിക്കാൻ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടും ഈ നോമ്പുകാലത്തിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.